അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഇസ്ലാമിക ചുറ്റുപാടുള്ള ഒരു കുടുംബ സംഗമത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. വളരെ സന്തോഷം തോന്നിയ ചില അനുഭവങ്ങൾ ആ കുടുംബത്തിൽ നിന്നും കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ ഇസ്ലാമിക അച്ചടക്കങ്ങളൊക്കെ പാലിക്കുന്ന ഒരു കുടുംബമായതിനാൽ അതിൻ്റേതായ സൂക്ഷ്മതകളും സ്വീകാര്യതകളും ഒക്കെ ആ സംഗമത്തിൽ ഉണ്ടായിരുന്നു. വളരെ കെട്ടുറപ്പുള്ള ആ കുടുംബത്തിലെ ഒരു വലിയുപ്പയുടെയും വലിയുമ്മയുടെയും മക്കളും പേരമക്കളുടെ മക്കളും അടങ്ങിയ ആ 100ഓളം പേരടങ്ങുന്ന ആ വിശാലമായ കുടുംബസംഗമം, എല്ലാവരും ഒരേ ആശയക്കാരാണ് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിനപ്പുറം അവരുടെ കുടുംബത്തിലുള്ള ഓരോ കുട്ടികളുടെയും അഭിരുചിയെ ഓരോ കുടുംബസംഗമത്തിലും അവർ മനസ്സിലാക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടത് എന്താണ് എന്ന് കണ്ടെത്തി അവിടേക്ക് ആ കുട്ടികളെ എത്തിക്കുകയും ചെയ്യുന്ന ചുമതല തന്നെ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉസ്താദുമാരുണ്ട്, അതുപോലെയുള്ള അധ്യാപക മേഖലയിലുള്ള ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പണക്കാരുണ്ട്. എല്ലാം അടങ്ങിയ ആ കുടുംബത്തിൻ്റെ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഐക്യം തന്നെയായിരുന്നു. പലപ്പോഴും കുടുംബങ്ങൾ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും വലിയ ചർച്ചകളും വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെയായി വലിയ നിലക്ക് ചർച്ചകളൊക്കെ മുമ്പോട്ട് പോവുകയും അല്പകാലം കഴിയുമ്പോൾ അത് തെറ്റിപ്പിരിഞ്ഞ് പല വഴിക്ക് പോകുകയും ചെയ്യുന്ന കാഴ്ചകൾ കാണാറുണ്ട്. നിങ്ങളുടെ കുടുംബസംഗമം ഈ വർഷം നടന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ കാണാറുമുണ്ട്. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കെട്ടുറപ്പ് നിലനിർത്താൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് എന്നെ വിളിച്ചിരുന്ന വ്യക്തി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങളും തുടക്കകാലത്ത് ഒരുമിച്ച് കൂടുകയും വലിയ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും അവസാനം പല രൂപത്തിൽ ഞങ്ങൾ ചിഹ്നിച്ചിതറുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം അവിടെ വില്ലനായിരുന്നത് സാമ്പത്തിക ഇടപാടുകളായിരുന്നു. വിശാലമായ കുറികളൊക്കെ നടത്തി സമയത്തിന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് അവരെ ചോദ്യം ചെയ്തു. അങ്ങനെ പരസ്പരം ഐക്യങ്ങളൊക്കെ തകർന്നു പോയിരുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ സാമ്പത്തികത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും സമ്പത്തുണ്ടാക്കുക എന്നതിനപ്പുറം എല്ലാവരും സ്വരൂപിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള അർഹതപ്പെട്ട ഓരോരുത്തരെയും കണ്ടെത്തി അവരെ എല്ലാവരുടെയും ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു സേവനമായി ഞങ്ങൾ കണ്ടപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തെ സമൂഹം അളക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ വിശ്വാസ്യതയും ഇടപെടലുകളും തന്നെയാണല്ലോ. സാമ്പത്തിക ശുദ്ധിയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ മറ്റേതെങ്കിലും ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ പോലും തൻ്റേതായ ആവശ്യത്തിലേക്ക് താൽക്കാലികമെങ്കിലും എടുക്കാൻ അദ്ദേഹത്തിന് മനസ്സ് സമ്മതിക്കില്ല. അതിൻ്റെ അവകാശിയെ വിളിച്ച് താൽക്കാലികം ഞാനൊന്ന് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചിട്ടായിരിക്കാം കൂടുതലും സാമ്പത്തിക സൂക്ഷ്മതയുള്ള ആളുകൾ ചെയ്യുന്നൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അങ്ങനെ. ഉസ്താദിൻ്റെ പോക്കറ്റിൽ എത്ര പണമുണ്ടെങ്കിലും ഉസ്താദിൻ്റേതായ പണം ഷർട്ടിൻ്റെ സൈഡ് പോക്കറ്റിലായിരുന്നു ഉണ്ടാവുക. പോക്കറ്റിലുള്ളതൊക്കെ പല കണക്കുകളും എഴുതി 1 രൂപ പോലും മാറ്റി ചെലവഴിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ല. അത്തരം കുടുംബ സംഗമങ്ങൾ നമുക്ക് മാതൃകയാണ്. ദീർഘകാലം തുടരട്ടെ അവരുടെ ബന്ധങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.